നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങാനായിട്ട് പോവുകയാണ്. അതൊരു പുതിയ ജോലിയോ ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു പുതിയ ബന്ധമോ ആകാം. ഈ ഒരു തുടക്കം നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ സമ്മാനിക്കും എന്നാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. ഇവിടെ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലക്ഷ്യം നിങ്ങൾ സ്വന്തമാക്കും. നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന വലിയൊരു പ്രശ്നത്തിന് പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ആശങ്കകളൊക്കെ മാറി വലിയൊരു ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ ഇവിടെ നിങ്ങൾ ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പെട്ട് മുന്നേറി വന്നിട്ടുള്ള ആളുകളാണ്. അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ പലതും നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടിയതല്ല, മറിച്ച് നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് നേടിയെടുത്തിട്ടുള്ള നേട്ടങ്ങൾ തന്നെയാണ്. ഇവിടെ ചെറിയ അവസരങ്ങളെപ്പോലും വിലമതിച്ച് കാണുകയും അതിൽ നിന്നും പഠിച്ച് അല്ലെങ്കിൽ അതിനെ പ്രയോജനപ്പെടുത്തി ജീവിതം എങ്ങനെയും മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പലരും പല കാര്യങ്ങളെയും അമിതമായിട്ട് നിയന്ത്രിക്കുന്ന, മുറുകെ പിടിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഉള്ളതെന്ന് കാണുന്നുണ്ട്. അതായത് ഭാവിയിലേക്കുള്ള സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് അമിതമായിട്ട് ആശങ്കപ്പെട്ട് നിങ്ങളുടെ കയ്യിലുള്ള പണത്തെ ചിലവഴിക്കാനായിട്ട് ഭയന്ന് മുറുകെ പിടിക്കുന്ന ഒരു സാഹചര്യം പലർക്കും ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ പങ്കാളിയെയോ നിങ്ങളുടെ സുഹൃത്തിനെയോ ഒക്കെ അമിതമായിട്ട് നിയന്ത്രിക്കുന്ന, അവരുടെ സ്നേഹത്തെ മറ്റാർക്കും വിട്ടുകൊടുക്കാതെ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യവും പല ആളുകൾക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ ഇവിടെ പണത്തെ ആയാലും വ്യക്തികളെ ആയാലും അമിതമായി നിയന്ത്രിച്ച് മുറുകെ പിടിച്ചിരിക്കുന്ന സാഹചര്യമുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, പണമായാലും സ്നേഹമായാലും അത് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറാവുക. അമിതമായിട്ടുള്ള സ്വാർത്ഥതയും പിശുക്കുമൊക്കെ കാണിച്ചാൽ അത് നിങ്ങളുടെ സമാധാനത്തെ ഇല്ലാതാക്കുന്നതാണ്. അതിനാൽ തന്നെ വിട്ടു കൊടുക്കാനായിട്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ചിന്തകളിലും പ്രവൃത്തികളിലും തീരുമാനങ്ങളിലുമൊക്കെ പൂർണ്ണമായും സത്യസന്ധത പുലർത്തുക എന്ന്. മറ്റുള്ളവരോട് മാത്രമല്ല, നിങ്ങളോട് തന്നെ സത്യസന്ധരായിരിക്കുക എന്ന്. നിങ്ങൾ ശരിയായ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഫലങ്ങളും അനുകൂലമായിട്ടുള്ളതായിരിക്കും എന്നാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. കൂടാതെ ഈ ഒരു സമയം നിങ്ങളിലേക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചു വരുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചായാലും അല്ലെങ്കിൽ എന്തെങ്കിലും സത്യങ്ങളായാലുമൊക്കെ അത് മറ്റുള്ളവരോട് തുറന്നു പറയാനായിട്ട് ഭയപ്പെടുന്ന, അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിൽ ഒരു ധൈര്യം ഇല്ലാത്തതായിട്ടൊക്കെയുള്ള ഒരു അവസ്ഥ പലർക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് മാറ്റമുണ്ടാവുന്നതാണ്. നിങ്ങളിലേക്ക് വളരെയധികം ആത്മവിശ്വാസം വർദ്ധിച്ചു വരുന്നുണ്ട്. ഒരു ഭയവുമില്ലാതെ ധൈര്യത്തോടെ എന്ത് കാര്യവും പറയാനും ചെയ്യാനും ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഇപ്പോഴത്തെ മോശം സാമ്പത്തിക സ്ഥിതികളൊക്കെ മെച്ചപ്പെടാനായിട്ട് പോകുന്നതിൻ്റെ വലിയൊരു സൂചന തന്നെയാണ് കാണുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു സമയമാണ് നിങ്ങളിലേക്ക് വരുന്നത്. അതായത് ഒരു വീട് വാങ്ങുക, ഒരു കോഴ്സ് പഠിക്കുക, അല്ലെങ്കിൽ വാഹനം വാങ്ങുക, ബിസിനസ് തുടങ്ങുക, അത്തരത്തിൽ നിങ്ങളുടെ മനസ്സിൽ സ്വപ്നമായിട്ട് മാത്രം നിന്നിരുന്ന കാര്യങ്ങൾ ഇനി പ്രാവർത്തികമാക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങൾ ജീവിതത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കുകയും അതിലൂടെ വലിയ തിരിച്ചറിവുകൾ നേടുന്നതുമായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്.
അതായത് കഴിഞ്ഞ കാല ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത തെറ്റും ശരിയും മനസ്സിലാക്കി അല്ലെങ്കിൽ വിലയിരുത്തി ഇനിയൊരു മാറ്റം നിങ്ങൾക്ക് വേണം എന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ മനസ്സിൻ്റെ വിളി അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നും പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. കൂടാതെ ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പാടുകൾക്കും പരിശ്രമങ്ങൾക്കും പ്രാർത്ഥനകൾക്കുമൊക്കെ ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ, സമൃദ്ധി, ഭാഗ്യം ഇവയൊക്കെ കടന്ന് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങളെന്ന വ്യക്തിയിൽ സ്നേഹം വളരെയധികം നിറഞ്ഞ് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് സ്നേഹം നൽകാനും മറ്റുള്ളവരിൽ നിന്നുള്ള സ്നേഹത്തെ തിരിച്ചറിയാനും അതിനെ സ്വീകരിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂടാതെ നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ പോലും സമാധാനം ഉണ്ടാവാനും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനുമൊക്കെ വഴിയൊരുക്കുമെന്നും കാണുന്നുണ്ട്. ഭാവിയെക്കുറിച്ച് മുന്നോട്ട് നോക്കി കാണുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട്. അതായത് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ തീരുമാനങ്ങൾ, പുതിയ വഴി ഇവയൊക്കെ കണ്ടെത്തണം എന്നുള്ള ഒരു ചിന്ത നിങ്ങളിൽ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ നിലവിലെ ജോലിയിൽ ഒരു മാറ്റം വേണം, നിങ്ങളുടെ ബന്ധങ്ങളിൽ ഒരു മാറ്റം വേണം, അതേപോലെ തന്നെ നിങ്ങളുടെ മാനസിക നിലയിൽ ഒരു മാറ്റം വേണം. അത്തരത്തിൽ നിങ്ങളിൽ പല ആളുകളും പുതിയ ദിശയിലേക്ക് നീങ്ങാനായിട്ട് നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് കൂടുതൽ വളരാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത്തരമൊരു ചിന്ത നിങ്ങളിൽ പലരിലും ഇപ്പോൾ ഉള്ളതായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളിൽ പലരും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ടും അവസാനിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് നെഗറ്റീവ് എനർജിയുടെ പിടിയിലിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പാസ്റ്റിലെ ഓർമ്മകൾ, കൂടാതെ എന്തെങ്കിലും ആശങ്കകൾ, ഭയം ഇവയൊക്കെ അവസാനിച്ച് പുതിയ ഒരു തുടക്കം നിങ്ങൾക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അതേപോലെ തന്നെ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കൂടാതെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.